ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനത്തെ ഒരു കിണർ നമ്മുടെ വാർഡ് മെമ്പർ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ 23-ാം വാർഡിൽ ഉക്കല്ലിപ്പറമ്പ് കോളനി ഭാഗത്ത് ജനങ്ങളാകെ ഉപയോഗിക്കുന്ന ഒരു കിണർ. ഇതാണ് നമ്മുടെ 23-ാം വാർഡത്തെ രണ്ടാമത്തെ കിണർ. നമസ്കാരം. തിരുനാവായ പഞ്ചായത്തിലെ 23-ാം വാർഡിലെ നമ്മളെ പഞ്ചായത്ത് കിണറിന്റെ അവസ്ഥയാണ് ഈ രീതിയിൽ കാണുന്നത്. ഒന്ന് കണ്ടു നോക്കിയത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ തിരുനാവായ പഞ്ചായത്തിലെ 23-ാം വാർഡിലെ കിണറിന്റെ ഒരവസ്ഥ. ഈ കിണർ നന്നാക്കിയിട്ട് നമുക്ക് ഈ പരിസരത്തുള്ള എല്ലാവർക്കും വെള്ളം കൊടുക്കാം. ഇവിടെ ഏറ്റവും വെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് 23-ാം വാർഡ്. ഈ കിണർ നന്നാക്കിയിട്ട് നമുക്ക് ഈ അടുത്തുള്ള പ്രദേശത്ത് കണ്ടമ്പാറ ഭാഗത്തേക്കുള്ള ഈ പ്രദേശത്തേക്ക് നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യാം. ഈ 5 വർഷക്കാലമായിട്ട് ഇത് വട്ട പൂജ്യത്തിലാണ് കിടക്കുന്നത്. ഒരാളും ഈ കിണർക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ മെമ്പർ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനത്തെ ഒരു കിണർ നമ്മുടെ വാർഡ് മെമ്പർ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ പോലെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇതാണ് നമ്മുടെ വാർഡിലുള്ള കിണറിന്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ 23-ാം വാർഡത്തെ രണ്ടാമത്തെ കിണർ. ഈ കിണർ 23-ക്കും ഉപയോഗിക്കാം, 22-ലേക്ക് ഉപയോഗിക്കാം. 10 വർഷക്കാലം മുന്നേ ഞങ്ങൾ അടക്കമുള്ള ആളുകൾ ജോലി ചെയ്തുണ്ടാക്കിയ കിണറാണ് ഈ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് നമ്മുടെ കൈത്തക്കരയുടെ മുകൾ ഭാഗത്തേക്ക് ടാങ്കി വെച്ചിട്ടുണ്ട്. അവിടെ ആ മുകൾ ഭാഗത്തേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5 വർഷക്കാലമായിട്ട് ഇവിടെ നമ്മളെ ഈ കൈത്തക്കന്റെ മുകൾ ഭാഗത്തേക്ക് ഇതിൽ നിന്ന് വെള്ളമില്ല, പൈപ്പും ഇല്ല, ഒന്നുമില്ല. അതിന്റെ അവസ്ഥ എന്താ? കിണർ നല്ല ആഴമുള്ള കിണറാണ്. നമ്മുടെ വാർഡിലെ ഏറ്റവും വലിയൊരു കിണറാണ് ഈ കിണർ. ആർക്കും ഉപയോഗമില്ലാതെ കിടക്കുന്നുണ്ടല്ലേ. ഇതാണ് ഇതിന്റെ മോട്ടറിന്റെ ഷെഡ്. ഇതിന്റെ മോട്ടറിന്റെ ഷെഡ് കൊണ്ടുവരും. ഇതാണ് ഇതിൽ മോട്ടർ നമ്മൾ വെച്ചിരുന്ന ഷെഡ്. ഇപ്പൊ ഇതാണ് മോട്ടോർ ഷെഡ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് മോട്ടറും ഇല്ല, ഒന്നുമില്ല. ഇതിന് സപ്ലൈ അടക്കം കട്ടായി കിടക്കുകയാണ്. ഇതാണ് നമ്മളെ 23-ാം വാർഡത്തെ രണ്ടാമത്തെ കിണറിന്റെ മോട്ടോർ ഷെഡിന്റെ അവസ്ഥ. കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ വാർഡിലെ ആളുകളൊന്ന് കാണണം. ഇതാണ് നമ്മളെ വാർഡിന്റെ വികസനം. ആട് പിടിച്ച് കിടക്കുകയാണ്. ഇത് 23-ാം വാർഡിലെ രണ്ടാമത്തെ കിണർ. ഇനിയും നമുക്ക് കിണറുകളുണ്ട്, കാണിച്ചു തരാം. 23-ാം വാർഡിലെ മൂന്നാമത്തെ കിണർ. ഈ കിണർ ചെനപ്പുറം ഭാഗത്ത് നമ്മളെ പള്ളിയുടെ നേരെ ബാക്കിലായിട്ടാണ് ഈ കിണറുകൾ. ഈ കിണർ 2-ാം വാർഡിലേക്കും 23-ാം വാർഡിലേക്കും വെള്ളമടിക്കാനെന്ന് കരാർ അടിസ്ഥാനത്തിലാണ് ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കുറെ മുന്നേ കുളമായിരുന്നു. ഇത് നമ്മൾ കിണറാക്കി മാറ്റിയതാണ്. പക്ഷെ ഇതിൽ നിന്നാണ് നമ്മൾ മുഴുവനും നമ്മളെ ഇതിൽ നിന്നാണ് നമ്മളെ ചനക്കൽ ഭാഗത്തേക്ക് അവിടെ ഡ്രമ്മുണ്ട്, ഭിത്തിണ്ട്, ലക്ഷങ്ങൾ ലിറ്റർ വെള്ളം കൊള്ളുന്ന കിണറുണ്ട്, ഭിത്തിണ്ട്, ടാങ്ക്. അതിലേക്ക് ഇവിടുന്നാണ് നമ്മൾ വെള്ളം അടിച്ചിരുന്നത്. ഇപ്പൊ ഈ 5 വർഷക്കാലമായിട്ട് ഇത് വട്ട പൂജ. പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് കാര്യം ഉണർത്താനുള്ളത്, ഇതിൽ നമ്മളെ മോട്ടർ, പൈപ്പ് ഒന്നും ഇവിടെ കാണാനില്ല. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വെള്ളമടിക്കാനുള്ള മോട്ടർ ഉണ്ടായിരുന്നു, പൈപ്പ് ഉണ്ടായിരുന്നു, കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. അതിനുള്ള എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ 5 വർഷത്തിനുള്ളിൽ ഇതൊന്നും കാണാനില്ല. ഉദാഹരണം കാണിച്ചതാ. ഇതിനിപ്പോ മദ്യത്തിന്റെ കുപ്പികളാണ് ഈ കിണറ്റി കിടക്കുന്നത്. തിരിഞ്ഞു പോലും നോക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഒന്ന് നമ്മൾ ഈ വാർഡിലെ ഈ കിണറിന്റെ അവസ്ഥ. ഇതാണ് നമ്മളെ മോട്ടോർ ഷെഡ്. മോട്ടോർ വെച്ചിരുന്ന ഷെഡ് അറിയില്ല. ഇതില് മോട്ടർ ഉണ്ടായിരുന്നു, പൈപ്പ് ഉണ്ടായിരുന്നു, എല്ലതും ഉണ്ടായിരുന്നു. ഇത് കാണാനില്ലാന്ന് ഇതില് മോട്ടർ ഉള്ളത് പോയത് കാണാനില്ലാന്ന് ഒരു പരാതി കൊടുക്കാൻ പോലും നമ്മുടെ മെമ്പർമാർ തയ്യാറായിട്ടില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ വാർഡിലുണ്ടായിരുന്ന കിണറ്റിലുണ്ടായിരുന്ന മോട്ടർ, പൈപ്പ് ഇതൊന്നും കാണാനില്ലാന്ന് ഞാൻ പരാതി കൊടുത്തിരുന്നു. അപ്പൊ മെമ്പറിനോട് ഇത് സംസാരിച്ചപ്പോൾ മെമ്പറിനൊരു ഉത്തരം കൊടുക്കാനില്ല. ആരാണ് കൊണ്ടുപോയത്, എങ്ങനെയാണ് പോയതെന്ന് മെമ്പർക്ക് ഒരു ഉത്തരം കൊടുക്കാനില്ല. അങ്ങനത്തെ ആളുകളാണ് നമ്മുടെ വാർഡിലുള്ള ആളുകൾ.
പൈപ്പ് ഇതാണ് നമ്മുടെ പൈപ്പ്. നമ്മുടെ വാർഡിലേക്ക് നമ്മളെ ചെനക്ക കുത്തല് പറമ്പ് ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള പൈപ്പ് ഇതാണ്. ഇതിങ്ങനെ നമ്മളെ ചെനപ്പുറത്തൂടെ ഇങ്ങനെ മുകളിലേക്ക് ചെനക്ക ഭാഗത്തേക്ക് പോകാൻ ഡ്രം വലിയ ലക്ഷങ്ങളിൽ ലിറ്റർ വെള്ളം ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ടാങ്ക് ഉണ്ട് അവിടെ. അതിലേക്ക് പോകാനുള്ള പൈപ്പാണിത്. ഇപ്പോ അതിലേക്ക് വെള്ളമില്ല, ഒന്നുമില്ല. ഈ 5 വർഷക്കാലമായിട്ട് അതിലേക്ക് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ 23-ാം വാർഡില് പുത്തല്ലിപ്പറമ്പ് കോളനി ഭാഗത്ത് ജനങ്ങൾ ആകെ ഉപയോഗിക്കുന്ന ഒരു കിണർ. ജനങ്ങൾ ആകെ ഉപയോഗിക്കുന്ന കിണർ നമ്മളെ വാർഡില് ഈ ഒരു കിണർ മാത്രമാണ്. ഇതാണ് നമ്മുടെ 23-ാം വാർഡിലെ 5ാമത്തെ കിണർ. ഇതിന്റെ അവസ്ഥ ഈ കിണർ നിർമ്മിച്ചിട്ട് ഇന്ന് വരെ ഇതിലൊരു അറ്റകുറ്റപ്പണി നടത്താൻ നമ്മളെ പഞ്ചായത്തിലെ ആളുകൾ തയ്യാറായിട്ടില്ല. നമ്മളെ വാർഡ് മെമ്പർമാർ വന്നിട്ടില്ല. ഇത് വൃത്തിയാക്കി ഇത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ഈ അടുത്തുള്ള ഈ പ്രദേശക്കാർക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത് വൃത്തിയാക്കിയിട്ടുള്ള അടുത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കിണറാണിത്. ഇതിന് പോലും നമ്മളെ ആളുകൾ തയ്യാറായിട്ടില്ല. ഇത്രയും ഈ 5 വർഷവും കഴിഞ്ഞ 5 വർഷത്തിലും ഈ കിണറിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ വാർഡിലെ ആളുകളൊക്കെ ഒന്ന് കാണണം. നല്ല വെള്ളമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റും. പക്ഷെ എന്നാലും നമ്മൾ അന്ന് വൃത്തിയാക്കിയാൽ വെള്ളം ഉണ്ടാവും. നമ്മുടെ വാർഡിലെ വോട്ടർമാര്, നമ്മുടെ വാർഡിലെ നിവാസികള് ഇതൊന്ന് കാണണം. ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ നമ്മുടെ വാർഡിലെ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഭിത്തിയാണിത്. ഇതിന്റെ മുകളില് ലക്ഷങ്ങള് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക് ഉണ്ടായത്. ഇന്നത് എവിടെ പോയിന്ന് നമ്മുടെ ആൾക്കൊരു കൊടുത്തില്ല. എന്ത് ആവശ്യത്തിനാണ് അത് ഉപയോഗിച്ചതെന്ന് ആവശ്യം കൊടുത്തില്ല. ഇതാണ് ഭിത്തി. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചെനപ്പുറം പള്ളീന്റെ ഭാഗത്തുള്ള കിണറിന്ന് വെള്ളം കൊണ്ട് ശേഖരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇവിടെ പൈപ്പുണ്ട്. ഇവിടുന്ന് ചെനപ്പുറത്തേക്ക് അടിഭാഗം മുഴുവനും പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ ടാങ്കോ മറ്റു കാര്യങ്ങളോ ഇവിടെ ഒന്നുമില്ല. ഇത് നമ്മളെ വാർഡിലെ നിവാസികള് ഇത്രയും കാലം വോട്ട് ചെയ്തിരുന്ന നമ്മളെ ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ നമ്മളെ വാർഡില് ഇത്രയും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോ ആ സൗകര്യങ്ങളൊക്കെ എവിടെ പോയി? ഈ 5 വർഷക്കാലമായിട്ട് ഇങ്ങനത്തെ ഒരു കുടിവെള്ള പദ്ധതി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കൈത്തക്കര പരപ്പായ തോട്ടിൽ നിന്നും വെള്ളം അടിച്ചു കൊണ്ട് ശേഖരിച്ചിരുന്ന ഡ്രമ്മും ഭിത്തിയും. ഇതാണ്. ഇതിപ്പോ ആർക്കും ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. ഇതിന്റെ അടിയിലൂടെ പൈപ്പുണ്ട്. ഇതിന്റെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് ചെനപ്പുറം കുത്തുവല്ല് ചെനക്കല് ചെനപ്പുറം വരെ പൈപ്പുണ്ട്. ഇതിപ്പോ നമ്മൾ 5 വർഷമായിട്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുകയാണ്. നമുക്ക് 5 കിണർ. അതിൽ 5 കിണറിൽ ഒരു കിണർ 22-ാം വാർഡുക്കും 23-ാം വാർഡുക്കുള്ളതാണ്. ചെനപ്പുറം ഭാഗത്തുള്ള കിണർ, ചെനപ്പുറം ഭാഗത്ത് പള്ളിന്റെ ബാക്കിലുള്ള കിണർ 2-ാം വാർഡുക്കും 23-ാം വാർഡുക്കുള്ളതാണ്. ബാക്കിയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഒരൊറ്റ കിണർ എന്ന് പറഞ്ഞാൽ പുത്തല്ലിപ്പറമ്പ് ചെനക്കലിലുള്ള ഒരു കിണറിൽ മാത്രമേ ആളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് അവിടുത്തെ ആളുകൾ ഒരുമിച്ച് വെള്ളം എടുക്കുന്നതുകൊണ്ട് മാത്രം അതവിടെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മോട്ടർ, ഈ കിണറ്റിലുണ്ടായിരുന്ന നമുക്ക് വെള്ളം സപ്ലൈ ഉണ്ടായിരുന്ന മോട്ടർ, പൈപ്പ്, ടാങ്ക്, ഇതൊന്നും കാണാനില്ല. ഇത് എവിടെ പോയിന്ന് ചോദിച്ചാൽ ആരോട് ചോദിക്കണം? മെമ്പറോട് ഞാൻ ചോദിച്ചു. 2 വർഷം മുന്നേ ചോദിച്ചു മെമ്പറെ ഇവിടെയുള്ള പൈപ്പും മോട്ടറൊക്കെ എവിടെയെന്ന്. മെമ്പർക്കൊരു ഉത്തരം കൊടുക്കാനില്ല. എനിക്കറിയില്ല. ഇതാണ് നമ്മളെ മെമ്പറുടെ കെടുകാര്യസ്ഥത. ഈ പദ്ധതികളൊക്കെ എന്റെ വാർഡിലുള്ള ആളുകളെ മുഴുവൻ കേൾക്കാനും വേണ്ടി പറയാണ്. ഈ പദ്ധതികളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാൻ കഴിയില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞാൽ നമുക്ക് ചെടി നനയ്ക്കാം, വീട്ടിലെ ബാത്റൂമിൽ വെള്ളം ഉപയോഗിക്കാം. ഇതിനല്ലാതെ മറ്റാവശ്യങ്ങൾക്കൊന്നും നമ്മളെ ജപ്പാൻ കുടിവെള്ള പദ്ധതി കഴിയില്ല. കുടിവെള്ള പദ്ധതി എന്ന് വെറുതെ പറയാണ്. ജപ്പാൻ പദ്ധതി അതിന്റെ വെള്ളം കിണത്തിന് നമുക്ക് ആരൊന്നും ചെയ്യാം. കുളിക്കാനും കൂടെ കഴിയില്ല. മുടിയൊക്കെ കനം പിടിക്കും. നമുക്ക് ഇത്രയും നല്ല സുവർണ അവസരം നമ്മുടെ വാർഡിൽ 5 കിണറുണ്ട്. അപ്പൊ എന്റെ വാർഡിലെ എന്റെ വിനീതമായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും നല്ല സുവർണാവസരം നമ്മുടെ വാർഡിൽ ഇതൊക്കെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ, ഇതൊക്കെ നമ്മളെ വാർഡിൽ വീണ്ടും പുനരാരംഭിക്കാൻ നിങ്ങൾ നമ്മുടെ ചിഹ്നമായ, എന്റെ ചിഹ്നമല്ല നമ്മുടെ ചിഹ്നമായ കണ്ണട അടയാളത്തിൽ നിങ്ങളെല്ലാവരും എന്റെ വാർഡിലുള്ള മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ചിഹ്നമായ കണ്ണട അടയാളത്തിൽ നിങ്ങളുടെ ഓരോ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം നിങ്ങൾ കണ്ണട അടയാളത്തിൽ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തി ഈ വിനീതനെ പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചേക്കാമെന്ന് പറയുന്നു.